ടൈപ്സ് ഓഫ് ലൂബ്രിക്കന്റ് സിസ്റ്റം. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് ലൂബ്രിക്കന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ടൈപ്സ് ഓഫ് ലൂബ്രിക്കന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കിയ ടൈപ്സ് ഓഫ് ലൂബ്രിക്കന്റ് സിസ്റ്റത്തിൽ ആദ്യം എന്തുണ്ട്? പെട്രോൾ ഓയിൽ ലൂബ്രിക്കന്റ് സിസ്റ്റം ഉണ്ട്. പെട്രോൾ ഓയിൽ ലൂബ്രിക്കന്റ് സിസ്റ്റം ഉണ്ട്. പെട്രോൾ ഓയിൽ ലൂബ്രിക്കന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കന്റ് സിസ്റ്റമാണ് ഇത് പെട്രോൾ ഓയിൽ ലൂബ്രിക്കന്റ്. ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഇത് പെട്രോൾ ഓയിൽ ലൂബ്രിക്കന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നീട് ഒരു ഡ്രൈ സമ്പ് ലൂബ്രിക്കന്റ് സിസ്റ്റം. എന്താണ് ഈ ഡ്രൈ സമ്പ് ലൂബ്രിക്കന്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പഠിക്കേണ്ടതുണ്ട്. പിന്നീട് ഒരു സ്പ്ലാഷ് ലൂബ്രിക്കന്റ് സിസ്റ്റം ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സിസ്റ്റമായിരുന്നു സ്പ്ലാഷ് ലൂബ്രിക്കന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നീട് പ്രഷറൈസ്ഡ് ലൂബ്രിക്കന്റ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നീടോ കമ്പൈൻഡ് ലൂബ്രിക്കന്റ് സിസ്റ്റത്തെ കുറിച്ചും പഠിക്കാനുണ്ട്. അതായത് നമ്മളുടെ എഞ്ചിൻ ഓയിൽ എവിടെയാണ് ഉണ്ടാവുക? എഞ്ചിൻ്റെ ഓയിൽ സംഭരിച്ച് വെക്കുന്നത് ഓയിൽ സമ്പ് എന്ന് പറഞ്ഞ ഈ താഴത്തെ ഭാഗത്താണ്. ഓയിൽ സമ്പ് എന്ന് പറഞ്ഞാൽ താഴത്തെ ഭാഗത്താണ് എന്തുണ്ടാവുക? ഓയിൽ ഉണ്ടാവുക. താഴത്തെ ഭാഗത്താണ് എന്തുണ്ടാവുക? ഓയിൽ ഉണ്ടാവുക. ഈ ഭാഗത്ത് നിന്ന്, ഈ ഓയിൽ സമ്പ് എന്ന് പറഞ്ഞ ഈ പാത്രത്തിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിലോട്ടും, എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും എന്തെത്തിക്കണം? ഓയിൽ എത്തിക്കണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ലൂബ്രിക്കന്റ് സിസ്റ്റം. അത് 5 തരത്തിലുള്ള ലൂബ്രിക്കന്റ് സിസ്റ്റത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലൂബ്രിക്കന്റ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ 5 തരത്തിലുള്ള ലൂബ്രിക്കന്റ് സിസ്റ്റത്തിൽ ആദ്യത്തേത് പെട്രോയിൽ, രണ്ടാമത്തേത് ഡ്രൈ സമ്പ്, മൂന്നാമത്തേത് സ്പ്ലാഷ്, നാലാമത്തേത് പ്രഷറൈസ്ഡ്, അഞ്ചാമത്തേത് കമ്പൈൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്നും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ നോക്കി പെട്രോൾ ഓയിൽ ലൂബ്രിക്കന്റ് സിസ്റ്റം ആണ്. ആദ്യത്തേത് പെട്രോൾ ഓയിൽ ലൂബ്രിക്കന്റ് സിസ്റ്റം എന്ന് പറയും. പെട്രോൾ ഓയിൽ ലൂബ്രിക്കന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളും നമ്മൾ 2 സ്ട്രോക്ക് വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. RX100 പോലെയുള്ള വണ്ടികൾ, RX100 പോലെയുള്ള ബൈക്കുകൾ, പഴയ ചേതക്ക് പോലെയുള്ള സ്കൂട്ടറുകൾ, പണ്ട് കാലത്തെ പെട്രോൾ ഓട്ടോറിക്ഷകളിലൊക്കെ പെട്രോൾ അടിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കും. ഓക്കെ, 2 സ്ട്രോക്ക് എഞ്ചിനുകൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. 2 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം. പെട്രോൾ ഓയിൽ അല്ല, പെട്രോയിൽ എന്നാ പറയുക. പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്നാണ് പറയുക. പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഇസ് യൂസ്ഡ് ഇൻ 2 സ്ട്രോക്ക് എഞ്ചിൻ. 2 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതാണ്? 2 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷൻ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള എന്താണ്? പെട്രോൾ ഓയിൽ ലൂബ്രിക്കൻസ് ആണെങ്കിൽ പെട്രോയിൽ ലൂബ്രിക്കൻസ് ആണ്. ഫ്യൂവൽ ടാങ്കിൽ എന്തൊക്കെ ഉണ്ടാവുക? ഫ്യൂവലും ഓയിലും ഉണ്ടാവും അല്ലേ? ഫ്യൂവലും ഓയിലും ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇൻടേക്ക് പോർട്ട് വഴി ഇങ്ങനെ ഓയിൽ വന്നിട്ട് ഇതായി ട്രാൻസ്ഫർ പോർട്ട് വഴിയാണ് നമ്മുടെ എഞ്ചിനിലോട്ട് എയർ ഫ്യൂൽ മിക്സർ എത്തുക. അപ്പോൾ അതായത് നോക്കിയേ, ഈ പെട്രോളും ഓയിലും കൂടി കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് നേരെ ഈ ക്രാങ്ക് കേസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് കൂടെ അല്ലേ നമ്മുടെ എഞ്ചിനിലോട്ട് വന്ന് 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചതാണ്. ഓയിൽ എന്താ പറയുക ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെയുള്ള ഒരു വസ്തുവും പെട്രോൾ എന്ന് പറഞ്ഞാൽ വേപ്പറൈസ് ചെയ്ത് പോകുന്ന ഒരു വസ്തുവാണ്. ഓയിൽ എന്ന് പറഞ്ഞത് ഒട്ടിപ്പിടിക്കുക, സ്റ്റിക്ക് ചെയ്യുന്ന പോലെയുള്ള ഒരു വസ്തുവും പെട്രോൾ എന്ന് പറഞ്ഞാൽ വേപ്പറൈസ് ചെയ്ത് പോകുന്ന വസ്തുവുമാണ്. അപ്പോൾ നമ്മളുടെ ഓയിൽ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഓയിൽ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ച് നിന്നിട്ട് പെട്രോൾ അല്ലെങ്കിൽ പെട്രോൾ എയർ ഫ്യൂൽ മിക്സർ മാത്രം എവിടേക്ക് പോകും? സിലിണ്ടറിന് ഉള്ളിലോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയ്ക്ക് ചോദിക്കുക, വർക്കിംഗ് അല്ല, പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ. ഈ ചിത്രത്തിൽ കാണുന്ന പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ 2 സ്ട്രോക്ക് എഞ്ചിൻ. പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം എവിടെയാണ് ഉപയോഗിക്കുന്നത്? 2 സ്ട്രോക്ക് എഞ്ചിനിലാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ലൂബ്രിക്കൻസിന് മറ്റൊരു പേരും കൂടി എന്താ? പെട്രോയിൽ ലൂബ്രിക്കൻ സിസ്റ്റം ഇസ് ആൾസോ കോൾഡ് മിസ്റ്റ് ലൂബ്രിക്കൻ സിസ്റ്റം. എന്ത് ലൂബ്രിക്കൻ സിസ്റ്റം? മിസ്റ്റ് ലൂബ്രിക്കൻ സിസ്റ്റം എന്നും പറയാറുണ്ട്. പെട്രോയിൽ ലൂബ്രിക്കൻ സിസ്റ്റം ഇസ് ആൾസോ കോൾഡ് മിസ്റ്റ് ലൂബ്രിക്കൻ സിസ്റ്റം. എവിടെയാണ് ഉപയോഗിക്കുന്നത്? പെട്രോൾ ഓയിൽ അല്ലെങ്കിൽ പെട്രോയിൽ ലൂബ്രിക്കൻ സിസ്റ്റം എവിടെയാണ് ഉപയോഗിക്കുന്നത്? 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിലാണ് ഉപയോഗിക്കുന്നത്. പെട്രോയിൽ ലൂബ്രിക്കൻ സിസ്റ്റം ഓപ്ഷനിൽ ഉണ്ടാവില്ല. എന്താ? ഇൻ 2 സ്ട്രോക്ക് എഞ്ചിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ലൂബ്രിക്കൻ സിസ്റ്റം ഇസ് യൂസ്ഡ് ഇൻ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റ് ലൂബ്രിക്കൻ സിസ്റ്റം എന്ന ഉത്തരം വന്ന ഒരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് പമ്പ് ഓപ്പറേറ്റർ തന്നെയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞതാണ് അതിന് മുമ്പത്തെ ആണെന്നല്ല, ഇതൊരു പമ്പ് ഓപ്പറേറ്റർക്ക് തന്നെ മിസ്റ്റ് ലൂബ്രിക്കൻ സിസ്റ്റം വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പെട്രോളിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ റേഷ്യോ ഉണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ റേഷ്യോ 20:1 എന്നാണ് പറയുക. 20:1. 20 പോർഷൻ പെട്രോളും 1 പോർഷൻ എന്താണ്? ഓയിലുമാണ് മിക്സ് ചെയ്ത് കൊടുക്കാറ്. 1 പോർഷൻ ഓയിലുമാണ് മിക്സ് ചെയ്ത് കൊടുക്കാറ്. ഇത്തരത്തിലുള്ള പെട്രോൾ ലൂബ്രിക്കൻ സിസ്റ്റം അല്ലെങ്കിൽ മിസ്റ്റ് ലൂബ്രിക്കൻ സിസ്റ്റം എവിടെയാണ് ഉപയോഗിക്കുന്നത്? 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിലായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലേ? ഓക്കെ, അടുത്ത ഒരു ലൂബ്രിക്കൻ സിസ്റ്റമാണ് ഡ്രൈ സമ്പ് ലൂബ്രിക്കൻ സിസ്റ്റം. എന്താണ് ഡ്രൈ സമ്പ് ലൂബ്രിക്കൻ സിസ്റ്റം? ഡ്രൈ എന്ന് പറഞ്ഞാൽ എന്താ? വരണ്ടത് അല്ലെങ്കിൽ ഉണങ്ങിയത് എന്നാണ് അർത്ഥം അല്ലേ? ഡ്രൈ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? വരണ്ടത് അല്ലെങ്കിൽ ഉണങ്ങിയത് എന്നൊക്കെയാണ് അർത്ഥം. നോക്കുക, ഇതാണ് ഓയിൽ സമ്പ് അല്ലെ? ഇതാണ് ഓയിൽ സമ്പ്. അത് ഓയിൽ നിറച്ച് വയ്ക്കുന്ന പാത്രം, അതാണ് ഓയിൽ സമ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു എഞ്ചിനുകളിൽ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന എഞ്ചിനുകളിൽ
ഒരിക്കലും ഓയിൽ സമ്പിലാവില്ല ഓയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓയിൽ സമ്പിലാവില്ല ഓയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. എവിടെയായിരിക്കും ഓയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? സെപ്പറേറ്റ് ഒരു ഓയിൽ റിസർവോയറിലായിരിക്കും ഓയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് ഈ ഓയിൽ റിസർവോയറിൽ നിന്നാണ് ഓയിൽ പമ്പ് ചെയ്ത് തുടങ്ങുക. ഓയിൽ റിസർവോയറിൽ നിന്നാണ് ഓയിൽ പമ്പ് ചെയ്ത് തുടങ്ങുക. ഒരു ഓയിൽ ഫിൽറ്ററിലോട്ട് വരും, ഫിൽറ്റർ ചെയ്യും. അതിനുശേഷം ഓയിൽ കൂളറിലൂടെ കടത്തിവിട്ട് കൂൾ ചെയ്യും. അതിനുശേഷം ഓയിൽ പമ്പ് ഓയിൽ പമ്പ്, അതിനുശേഷം പ്രഷർ റെഗുലേറ്റർ, പിന്നീട് എഞ്ചിൻ്റെ എല്ലാ ഭാഗത്തും എത്തി ലൂബ്രിക്കേഷൻ കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തുന്നു. ഈ എഞ്ചിൻ ഓയിൽ സമ്പിൽ നിന്നും തിരിച്ച് നമ്മളുടെ ഓയിൽ റിസർവറിലോട്ട് തന്നെ ഓയിലിനെ പമ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്കാവെഞ്ചിങ് ഓയിൽ പമ്പും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്കി. ഇതിൻ്റെ ഒരു വീഡിയോ കണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കിയേ, സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് പോകുന്നുണ്ടോ, ഓയിൽ പോകുന്നുണ്ടോ, ഓയിൽ ഫിൽറ്ററിലോട്ടെത്തി. ഓയിൽ ഫിൽറ്ററിൽ നിന്നുണ്ടോ ഓയിൽ കൂളറിലോട്ട് പോയി. ഓയിൽ കൂളറിൽ നിന്ന് മെയിൻ ഓയിൽ പമ്പ്. അത് ഈ മെയിൻ ഓയിൽ പമ്പാണ് എന്ത് ചെയ്യുന്നത്? ഓയിലിനെ വലിച്ചെടുക്കുന്നത്. ഈ റിസർവോറിൽ നിന്ന് ആരാ ഓയിലിനെ വലിച്ചെടുക്കുന്നത്? മെയിൻ ഓയിൽ പമ്പാണ്. മെയിൻ ഓയിൽ പമ്പ് കഴിഞ്ഞ് ഒരു പ്രഷർ റെഗുലേറ്റർ വഴി ഓയിൽ എവിടെ എത്തുന്നു? എഞ്ചിനിലെത്തുന്നു. ഒരു പ്രഷർ റെഗുലേറ്റർ വഴി ഓയിൽ എവിടെ എത്തുന്നു? എഞ്ചിനിലെത്തുന്നു. നോക്കിയേ, പ്രഷർ റെഗുലേറ്റർ കഴിഞ്ഞിട്ട് ഓയിൽ അപ്പോൾ എഞ്ചിനിലെത്തും. ഓയിൽ എഞ്ചിനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓയിൽ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്? എഞ്ചിനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം ലൂബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എഞ്ചിൻ എല്ലാ ഭാഗത്തും ലൂബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഓയിൽ എവിടെ തന്നെ എത്തും? തിരിച്ച് ഓയിൽ സമ്പിലോട്ട് തന്നെ എത്തും. വെയിറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. തിരിച്ച് ഓയിൽ നമ്മളുടെ ഓയിൽ സമ്പിലോട്ട് തന്നെ എത്തും. പക്ഷേ ഓയിൽ സമ്പിൽ ഇതിനെ സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കില്ല. ഓയിൽ സമ്പിൽ വന്ന ഓയിലിനെ അപ്പം തന്നെ ആര് വലിച്ചെടുക്കും? ഒരു സ്കാവെഞ്ചിങ് പമ്പ് വലിച്ചെടുത്ത് തിരിച്ച് ഓയിൽ റിസർവോറിലോട്ട് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഓയിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്? സർക്കുലേഷൻ. സാധാരണ എല്ലാ എഞ്ചിനുകളിലും ഓയിൽ സമ്പിൽ നിന്നാണ് ഓയിൽ സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ഓയിൽ സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഒരു ഓയിൽ റിസർവോയറിൽ നിന്നാണ്. ഓയിൽ റിസർവോയറിൽ നിന്ന് ഓയിൽ പമ്പ് ഓയിലിനെ വലിച്ചെടുക്കും. ഏത് വഴി? ഒരു ഓയിൽ ഫിൽറ്ററിൻ്റെയും ഓയിൽ കൂളറിൻ്റെയും ഇടയിലൂടെ ഒരു ഓയിൽ പമ്പ് ഓയിലിനെ വലിച്ചെടുക്കും. എന്നിട്ട് പ്രഷർ റെഗുലേറ്റർ വഴി എവിടേക്ക് കൊടുക്കും? എഞ്ചിനിലോട്ട് കൊടുക്കും. എഞ്ചിൻ ലൂബ്രിക്കേഷൻ കഴിഞ്ഞാൽ തിരിച്ച് സമ്പിലെത്തും. സമ്പിൽ നിന്നും ഓയിലിനെ തിരിച്ച് എവിടേക്ക് തന്നെ എത്തിക്കും? നമ്മളുടെ ഓയിൽ റിസർവോറിലോട്ട് തന്നെ എത്തിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു ഡ്രൈ സമ്പ് ലൂബ്രിക്കൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് എഞ്ചിൻ ഓയിൽ എവിടെ നിന്നല്ല സർക്കുലേറ്റ് ചെയ്ത് തുടങ്ങുന്നത്? നമ്മുടെ ഓയിൽ സമ്പിൽ നിന്നല്ല വലിച്ചു തുടങ്ങുന്നത്. എവിടെ നിന്നാണ് വലിച്ചു തുടങ്ങുന്നത്? ഒരു ഓയിൽ റിസർവോറിൽ നിന്നാണ് വലിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ പ്രത്യേകത? ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സ്റ്റോർഡ് ഇൻ എ സെപ്പറേറ്റ് ടാങ്ക്. പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ, അതായത് ITI ലെവൽ ITI ആയിരുന്നില്ല, കുറച്ചൊരു ഡിപ്ലോമ ലെവൽ എക്സാമിന് ചോദിച്ചായിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഹാവ് എ സെപ്പറേറ്റ് ടാങ്ക് ബിസൈഡ് ദ എഞ്ചിൻ? എഞ്ചിൻ്റെ സമീപത്തായിട്ട് ഒരു സെപ്പറേറ്റ് ടാങ്കിൽ ഓയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതാണ്? ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ്. ഇൻ ദി സിസ്റ്റം ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഈസ് സ്റ്റോർഡ് ഇൻ എ സെപ്പറേറ്റ് ടാങ്ക്. ഒരു സെപ്പറേറ്റ് ടാങ്കിലായിരിക്കും ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക എന്നുണ്ടെങ്കിൽ അത്തരം ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. The oil pump sucks oil from this tank, delivers the engine component. അതായത് ഓയിൽ എവിടെ നിന്നാണ് വലിച്ചെടുക്കുക? സക്ക് ചെയ്തെടുക്കുന്നത് എവിടുന്ന? ഓയിൽ എവിടെ നിന്നാണ് വലിച്ചെടുക്കുന്നത്? ഓയിൽ വലിച്ചെടുക്കുന്നത് നമ്മളുടെ റിസർവോറിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. എന്നിട്ടാണ് എവിടേക്ക് കൊടുക്കുന്നത്? എഞ്ചിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ലൂബ്രിക്കേഷന് വേണ്ടി കൊടുക്കുന്നത്. Then the oil reaches the oil sump. അതിനുശേഷം ഓയിൽ എവിടെ തന്നെ തിരിച്ചെത്തും? ഓയിൽ സമ്പ് തന്നെ തിരിച്ചെത്തും. എന്നാൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഒരു സ്കാവെഞ്ചിങ് പമ്പ്. വിച്ച് ലൂബ്രിക്കേഷൻ സിസ്റ്റം യൂസസ് എ സ്കാവെഞ്ചിങ് പമ്പ്? ഏത് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് ഒരു സ്കാവെഞ്ചിങ് പമ്പ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് സ്കാവെഞ്ചിങ് പമ്പ് ഉപയോഗിക്കുന്നത്. സ്കാവെഞ്ചിങ് പമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്കാവെഞ്ചിങ് പമ്പ് യൂസ്ഡ് ഫോർ പമ്പിങ് ദ ഓയിൽ ഫ്രം ദി ഓയിൽ സമ്പ് ടു ഓയിൽ ടാങ്ക്. ഓയിൽ സമ്പിൽ നിന്നും തിരിച്ച് ഓയിൽ ടാങ്കിലോട്ട് തന്നെ, ഓയിൽ സമ്പിൽ നിന്നും തിരിച്ച് ഓയിൽ റിസർവോറിലോട്ട് ഓയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആര് ഉപയോഗിക്കുന്നത്? സ്കാവെഞ്ചിങ് പമ്പ്. ആ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലൂബ്രിക്കേഷൻ സിസ്റ്റം യൂസ് സ്കാവെഞ്ചിങ് ഓയിൽ പമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് സ്കാവെഞ്ചിങ് പമ്പ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്കാവെഞ്ചിങ് പമ്പ് ഉപയോഗിക്കുന്നത്? സ്കാവെഞ്ചിങ് പമ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓയിൽ സമ്പിൽ വന്ന ഓയിലിനെ തിരിച്ച് നമ്മുടെ ഓയിൽ റിസർവോറിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സ്കാവെഞ്ചിങ് പമ്പ് ഉപയോഗിക്കുന്നത്. ഒരു സെപ്പറേറ്റ് ടാങ്ക് കൊടുത്തിട്ടുള്ള എഞ്ചിനുകളാണിത്, നമ്മളുടെ കൊടുത്തിട്ടുള്ള ലൂബ്രിക്കേഷൻ സിസ്റ്റമാണിത് ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ്. വളരെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്, ഇപ്പോഴത്തെ കാലത്ത് ഒട്ടും ഉപയോഗിക്കാത്തൊരു സിസ്റ്റമാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഉപയോഗിക്കാത്തതിന് കാരണമുണ്ട്. കാര്യം സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓയിൽ സർക്കുലേഷൻ്റെ അളവ് കുറവാണ്. കാര്യം ഇവിടെ പമ്പ് ഉപയോഗിക്കുന്നില്ല. നമ്മളുടെ പെട്രോൾ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചെറിയ എഞ്ചിനുകളൊക്കെയാണ്. 2 സ്ട്രോക്ക് പെട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ എഞ്ചിനുകളായിരിക്കും. എന്നാൽ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ പമ്പ് ഉപയോഗിക്കില്ല. ഇവിടെ ചോദിച്ചു നോക്കിയേ, ഇവിടെ ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡിൽ കണക്റ്റിംഗ് റോഡ്, ഇതാണ് പിസ്റ്റൻ്റെ കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡിൽ ഒരു സ്പൂണ് പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുളത്ത് പോലെ സ്പൂണ് പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇതിനെ സ്കൂപ്പ് എന്നാണ് പറയുക. എന്താ പറയുക? സ്കൂപ്പ് എന്നാണ് പറയുക. എന്തായിരിക്കും വർക്കിംഗ്? വളരെ സിമ്പിൾ അല്ല. എന്താ?
പിസ്റ്റൺ താഴത്തോട്ടും മുകളിലോട്ടും കടന്ന് സഞ്ചരിക്കുന്ന സമയത്ത് ഈ ക്രാങ്ക് ഷാഫ്റ്റും അതേപോലെ ഈ നമ്മളുടെ ബിഗ് എൻഡും കടന്ന് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ സ്പൂണ് നമ്മളിങ്ങനെ കോരി ഒഴിക്കുന്ന പോലെ ഉണ്ടാവും അല്ലേ, സ്പൂണ് അങ്ങനെ കോരി ഓയിലിൽ ഇങ്ങനെ കോരി ഒഴിക്കുന്ന പോലെ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു ലൂബ്രിക്കൻ സിസ്റ്റമാണ് ഇത് സ്പ്ലാഷ് ലൂബ്രിക്കൻ സിസ്റ്റം. അതിനെയാണ് ഇവിടെ പറയുന്നത്. സ്പ്ലാഷ് ലൂബ്രിക്കൻ സിസ്റ്റത്തിലും പെട്രോൾ ലൂബ്രിക്കൻ സിസ്റ്റത്തിലും ഒക്കെ ഡ്രൈ സമ്പ് ഒഴികെയുള്ള ബാക്കി ഏത് ലൂബ്രിക്കൻ സിസ്റ്റത്തിലും ഓയിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഓയിൽ സമ്പിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു സ്കൂപ്പ് അല്ലെങ്കിൽ ഡിപ്പർ, ഒരു സ്പൂണോ അല്ലെങ്കിൽ ഡിപ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്താ, മൗണ്ടഡ് ഓൺ ദി ബിഗ് എൻഡിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിന് വേണ്ടിയിട്ടാ കണക്റ്റിംഗ് റോഡിന് ബിഗ് എൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട ആസ് ദി ക്രാങ്ക് സ്റ്റാർട്ട്സ് റൊട്ടേറ്റ്, ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സ്കൂപ്പ് പോലെ ഇരിക്കുന്ന ഈ ഭാഗം എന്താണ്, ഓയിലിനെ എല്ലാ ഭാഗത്തോട്ടും ഡെലിവർ ചെയ്യുക. പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചിരുന്ന സിസ്റ്റമാണ് സ്പ്ലാഷ് ലൂബ്രിക്കൻ സിസ്റ്റം. ഒരുപക്ഷെ പരീക്ഷ ചോദിക്കുകയാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ലൂബ്രിക്കൻ സിസ്റ്റം യൂസസ് എ സ്കൂപ്പ് ടു ഡെലിവർ ഓയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിലിനെ ഡെലിവർ ചെയ്യാൻ ഒരു സ്കൂപ്പ് ഉപയോഗിക്കുന്ന തരം ലൂബ്രിക്കൻ സിസ്റ്റമാണ് ഇത് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ.